ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഫ്രൈഡേ നൈറ്റ്സ് വ്ലോഗ്. ഇന്ന് ഞങ്ങൾക്കൊരു സ്പെഷ്യൽ ഡേ ആണ്. നമ്മൾ കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ട് ചർച്ചിൻ്റെ കൂടെ ഒരു പിക്നിക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു പിക്നിക് പരിപാടിക്ക് പോവാണ്. അപ്പം ഇവിടെ കൂടുതലും തണുപ്പുള്ള രാജ്യങ്ങൾ അങ്ങനെയാണല്ലോ, കൂടുതലും സമ്മറിനാണ് ആളുകളൊന്ന് വിശാലമായിട്ട് പുറത്തൊക്കെ ഇറങ്ങി ഒന്ന് ആസ്വദിക്കുന്നത് കാലാവസ്ഥയൊക്കെ. അതിന് നമ്മൾ ടൈറ്റിലിൽ കണ്ടതുപോലെ ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. അതിനുള്ള മിക്സ് കാര്യങ്ങൾ മാരിനേഷൻ എല്ലാം ഇന്നലെ രാത്രിയിൽ കുറച്ച് പേര് കൂടിയിട്ട് അതെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് വീഡിയോസ് കണ്ടിട്ട് വരും. സോ ഇവിടെ ആധികാരികമായിട്ട് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല, ബാർബിക്യൂ എങ്ങനെ കുറച്ചുകൂടി നന്നായി ബാർബിക്യൂ ആക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. സോ അങ്ങനെ അതിന് മുമ്പ് സാധനങ്ങളെല്ലാം അവിടെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് പറഞ്ഞ പോലെ പിച്ചാത്തി, നാരങ്ങ നീര്, ഉപ്പ്, തന്തൂരി മസാല, പിന്നെന്താ നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതെല്ലാം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ഒരു ടീം ഒരു സൈഡിൽ നിന്ന് ഇത് ചിക്കനെല്ലാം വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നു. അപ്പുറത്തുനിന്ന് വേറൊരു ഗ്രൂപ്പ് കട്ട് ചെയ്ത് വേസ്റ്റ് എല്ലാം കട്ട് ചെയ്ത് കളയുന്നു, കീറിയെടുക്കുന്നു. അങ്ങനെ അതവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പം നമ്മുടെ പ്രധാന ഷെഫ് റോബിൻ ചേട്ടൻ അച്ഛൻ ഫുള്ള് എൻ്റെ മസാല ഉണ്ടാക്കുവാണ്. അതിന് വേണ്ടി കുറേ തൈരെടുത്തു. പിന്നെ എന്നെയും കൊണ്ട് എന്തെങ്കിലും ഉപകാരമാവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ പൊട്ടിച്ച് കൊടുത്തു. എൻ്റെ ഒരു സഹായം വേണമല്ലോ. സോ അതിൻ്റെ കൂടെ തൈരിൻ്റെ കൂടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തു. പിന്നെ അതിൻ്റെ കൂടെ നമ്മുടെ തന്തൂരി മസാല ഇട്ട് കൊടുത്തു. ലാർജ് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ കുപ്പി അടക്കം തട്ടുന്നത്, പക്ഷേ കാണാൻ നല്ല രസമുണ്ടല്ലേ. ഓക്കെ, സോ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തു. അപ്പോൾ ഇത് കഴിഞ്ഞപ്പം നമ്മുടെ ഫുൾ ചിക്കനകത്തോട്ട് മസാല ഒഴിച്ചു കൊടുക്കുകയാണ്. ഓ മാൻ, എന്ത് രസം കാണാൻ. ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചെല്ലാം കൂടി ഇങ്ങനെ കുഴച്ച് ഇളക്കി. ഇതെനിക്കൊന്നൊരു 100-150 പീസ്, ഇത് തൈസ് തന്നെ 120 പീസ് കാണുന്നുണ്ട്. ബാക്കിയെല്ലാം കൂടി പിന്നെ അല്ലാതെ ലെഗ് പീസും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. സോ കുറച്ചേറെ സാധനങ്ങളുണ്ട് എല്ലാവർക്കും വേണ്ടിയിട്ട്. അങ്ങനെ പക്ഷേ ഇതിനിടയ്ക്ക് വേറൊരു ലോകമാണ് ഈ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് VBS നടക്കുന്നുണ്ടായിരുന്നു ഓൺലൈനിൽ. അപ്പോൾ അസാഫിനെ പിടിച്ച് അവിടെ എടുത്ത് ഞാൻ ചെന്ന് നോക്കി, പക്ഷേ ക്യാമറ വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള അവനെ കാണാൻ വേണ്ടിയിട്ട് ടാറ്റയൊക്കെ കാണിച്ച് ഇങ്ങനെ അവിടെ ഭയങ്കര പെർഫോമൻസിലാണ്. അവൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ വലിയ സിസ്റ്റത്തിൻ്റെ ഒക്കെ ഫ്രണ്ടിൽ ഇരിക്കുന്നത്. ബൈ ഇതാണ് നമ്മുടെ ബ്രീസി, പുതിയ ആളെ പരിചയപ്പെടുത്തുവാണ്. അങ്ങനെ നമ്മൾ അടുത്ത ദിവസം രാവിലെയായി. അപ്പം ഇനിയും ആക്ച്വലി ഇന്ന് രാവിലെ VBS കുഞ്ഞുങ്ങൾക്ക് കുറച്ച് ക്ലാസ്സും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു സ്ഥലം വരെ പോകേണ്ടത് കൊണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഭാഗം ഞങ്ങൾക്ക് കട്ടാവും. ഞങ്ങൾ ഇവിടെ ഒരു 2 hours ദൂരേക്ക് പോവാണ്. അപ്പം അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ബാർബിക്യൂ അതൊക്കെ അവിടെ കണ്ടാൽ മതിയായിരുന്നു. അറിയത്തില്ല ലേറ്റ് ആവുമെന്ന്. ബൈ ഇത് അച്ഛയുടെ ഫസ്റ്റ് ടൈം കാനഡയിലുള്ള ലോങ് ഡ്രൈവ് ആണ്. ഹൗ ഡു യു ഫീൽ വെൻ യു ഡ്രൈവ് ലോങ്? Feeling relaxed. Feeling chilled. Okay, so അച്ഛ അതിൻ്റെ ഒരു എക്സൈറ്റ്മെന്റിലാണ്. കാനഡയിൽ വന്നിട്ട് ആദ്യമായിട്ട് ലോങ് എന്ന് വെച്ചാൽ ഇന്നലെയാണ് ആദ്യമായിട്ട് ലൈസൻസ് കിട്ടി വണ്ടി ഓടിക്കുന്നത് ഇല്ലേ. ലൈസൻസ് കിട്ടിയിട്ട് ആദ്യമായിട്ടാണ് ഇന്നലെ വണ്ടി ഓടിക്കുന്നത്. ഇപ്പോഴാണ് ഇന്ന് ലോങ് പോകുന്നു. അച്ഛാ, നമ്മൾ ആദ്യമായിട്ടാണ് തന്നെ വണ്ടി ഓടിച്ച് ഡ്രൈവ് ത്രൂ കയറുന്നത്. ഡ്രൈവ് ത്രൂ ഇതാണ്ട് അതുവഴി അല്ല, എക്സിറ്റ് ആണോ, സോറി, അതുവഴി കറങ്ങി പോണായിരിക്കും. ഇതാണ് ആളുകൾ വരുമ്പം നമ്മൾ നിന്ന് കൊടുക്കുക, അവർ നടന്നു പോട്ടെ. വണ്ടി എടുക്ക ഓക്കെ. ഇന്ന് ബ്രേക്ക് എന്താ, പുൾ ദ ബ്രേക്ക് എന്നാണോ പറയുന്നത്, അതോ നമ്മൾ ചവിട്ടുക ബ്രേക്ക് ചവിട്ടുക? അപ്പോൾ ഇങ്ങനെ പുള്ളാണോ, പുഷ് ദ ബ്രേക്ക്? എന്തോ ബ്രേക്കിന് എങ്ങനെ, ബ്രേക്ക് പിടിക്കാൻ ഇംഗ്ലീഷ് പറയാം? അപ്ലൈ ബ്രേക്സ് അങ്ങനെ ആയിരിക്കും അല്ലേ. സോ ജെറിമോൻ, നമ്മൾ ഫസ്റ്റ് ടൈം കാനഡയിൽ ഡ്രൈവ് ത്രൂയിൽ സ്വന്തമായിട്ട് ഓടിച്ച് ഡ്രൈവ് ത്രൂ കയറി ഓർഡർ ചെയ്യുവാണ്. ഇല്ല ഷാപ്പു, നമുക്ക് ട്രിപ്പിൾ one large triple okay, one chocolate milk small. Chocolate muffin, sure, that's everything. Chocolate, no, not muffin, chocolate milk. ഞങ്ങള് ഒന്ന് ചാർജ് ആയി കിട്ടാൻ ടിം കോഫി, അസാഫിന്റെ ആഷാഫിന്റെ ചോക്ലേറ്റ് മിൽക്ക്. ലൈക്ക് ഇറ്റ്? യു ലൈക്ക് ഇറ്റ്? ഇത് ഞങ്ങൾ പോയ വഴിക്ക് കണ്ടൊരു പള്ളിയാണ്. സംഭവം കൊള്ളാല്ലേ, പുറത്തെ ആർക്കിടെക്ചർ.
Everything is God's plan. We don't fear. അസാഫിന് ഞങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പം പകുതിയായപ്പോൾ ലഞ്ച് ബ്രേക്കിന് വിട്ടതാണ്. ഫുഡ് കഴിക്കാൻ വേണ്ടി ജിമ്മിൽ കയറിയതാണ്. ഇനിയും കുറച്ച് സമയം കൂടെ ഉണ്ട്. അസാഫ് ഇപ്പനെ ബോറടിക്കാൻ തുടങ്ങി. ഒരു ടോട്ടൽ 5 hours ഉള്ളൊരു സർട്ടിഫിക്കേഷൻ പരിപാടിയാണ്. എന്തോ അസാഫിന് എന്തോ ടോയ് അപ്പം മേടിച്ചു തന്നെ? നീ തന്നെ എടുത്തയാണോ? പൊന്നെ, തന്നെയൊക്കെ പർച്ചേസ് ചെയ്യാറായോ? അഷാഫിന്റെ ഫാൻ. അസാഫ് എൻ്റെ ക്ലാസ് കഴിയാൻ വെയിറ്റ് ചെയ്ത സമയം കൊണ്ട് അപ്പം മേടിച്ചു കൊടുത്ത ഫാൻ. എങ്ങനെയാടാ? ഓ മൈ ഗോഡ്, പൊളി 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 പൊളി. അസാഫ് ചിരിക്കുന്നുണ്ട. ശുണ്ടിരിവാവേ, ശുണ്ടിരിവാവേ. അച്ഛക്ക് ചൂട് കൊടുക്കും, ഇച്ചിരി കാറ്റ് കൊടുക്കട്ടെ. ഹലോ ഗൈസ്, മുന്നിൽ വെള്ളം കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ടോ? ആ, വെള്ളമില്ല. ഇതിനെയാണ് മിറാഷ് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ മിറാഷ് ഇഫക്റ്റ്? ഇങ്ങനെ പെട്ടെന്ന് കണ്ട് മിറാജ് എന്നോ ഞാൻ മിറാഷ് എന്നാണ് പറയുന്നത്. ഓക്കെ, ആ ഇഫക്റ്റ് ആണ് ഇത്. നമ്മുടെ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആണത്. എന്താണ് വെച്ചേ? അത് ഇവിടെ വന്നിട്ടാണെന്ന് ശരിക്കൊന്ന് നാട്ടിൽ കാണാറുണ്ടോ ചേ? നാട്ടിലിങ്ങനെ റോഡ് വിസ്തരിച്ച് കിടക്കുന്നില്ലെന്ന് തോന്നുന്നു കാണാൻ. മൊത്തം വണ്ടിയായിരിക്കും ഇതിനിടയ്ക്ക് മൊത്തം. നമുക്ക് ഇനി നോക്കാം ഒരു മിറാഷ് ഇഫക്റ്റ് കിട്ടുവാണ്. അയ്യോ, റോഡ് നടച്ച് വെള്ളം കിടക്കുന്ന ചേ. ആ വെള്ളം ചീറ്റി തെറിപ്പിച്ച വണ്ടിയുണ്ട്. മാജിക്. ഈ ഭാഗമൊക്കെ കാണുമ്പോൾ ഒരു നാടൻ എഫക്റ്റ് തോന്നുന്നില്ലേ? എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ കൺട്രി സൈഡ് എടുത്താൽ പോയത്, അവിടുത്തെ സീൻസ് ആട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നു, ചർച്ചിൽ അവസാനം ചെന്നു. ഓക്കെ, സോ ഇവിടെ ചേട്ടന്മാരെല്ലാം ബാർബിക്യൂനുള്ള പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്തു. അതേസമയം അകത്ത് സാലഡിൻ്റെ പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മുടെ പച്ചക്കറികളെല്ലാം മിക്സ് ചെയ്ത് ഇതിനകത്ത് ഈ ബ്രെഡ് ക്രംസ് ചേർക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ. ചെറിയൊരു ക്രഞ്ചി ഫീലിംഗ് ഒക്കെ കിട്ടുന്നത് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് സോ അതൊക്കെ മിക്സ് ചെയ്തു. എന്തൊക്കെയോ സോസോ എന്തൊക്കെയോ ഡ്രസ്സിങ്ങൊക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഒരു കുഞ്ഞിക്കയറ് പിടിച്ച പീക്കിരികളെല്ലാം അവിടെ നിൽക്കുന്നുണ്ടോ? വടംവലി ഉദ്ദേശിച്ചാണ്, പക്ഷെ ഇതിൻ്റെ അവസാനം എന്തായെന്ന് എനിക്ക് കാണാൻ പറ്റിയില്ല. On your left, you gotta get this. Ethan, you gotta get that. Okay? Are we clear? Yeah. Ready? 3, 2, 1, go. Oh, super. It's okay, but still you got it. That's it. Go. Oh. Okay, put it down. Everybody put it down. സോ നമുക്ക് ചിക്കൻ ബാർബിക്യൂ ചെയ്യുന്നത് കാണാൻ പോവാം. ആക്ച്വലി ഇത് ലാസ്റ്റ് സെറ്റാണ് ഇപ്പോൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൊത്തത്തിൽ ഗെയിംസിനകത്ത് തലയിട്ടിരിക്കുകയായിരുന്നത് കൊണ്ട് ഇവിടെ ശ്രദ്ധ കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. സോ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഓരോ ചിക്കൻ പീസ് ലൈക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ എടുത്ത് മാറ്റാണ്. ഈ ചെയ്ത് നോക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലെ ടെമ്പറേച്ചർ എത്രയാണെന്ന് നോക്കുകയാണ്. ലൈക്ക് ഓരോ മീറ്റ് കുക്കാവാൻ വേണ്ടിയിട്ട് അതിനൊരു ഗൈഡ് ലൈൻസ് വെച്ചിട്ട് ഇത്ര ടെമ്പറേച്ചർ വേണമെന്നുണ്ട്. സോ അത് ആയോ എന്ന് ജസ്റ്റ് ഒന്ന് കൺഫേം ചെയ്തിട്ട് ചിക്കൻ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം. ദാണ്ട് ഗൈസ്, ആളൊഴിഞ്ഞ് അരങ്ങൊഴിഞ്ഞ് കിടക്കുന്ന റാക്ക്.
നല്ല രസമില്ലേ ഈ വ്യൂ കാണാനായിട്ട്. പതുക്കെ സൂര്യൻ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി തണുതാണ് പോകുന്നത്. സോ അങ്ങനെ എല്ലാവരും പതുക്കെ ഫുഡൊക്കെ കഴിക്കാൻ ലൈക്ക് കുറച്ച് പേര് കഴിച്ചു കഴിഞ്ഞു ഓൾറെഡി. ബാക്കിയുള്ളവരെല്ലാം കഴിക്കാനായിട്ട് ഇരുന്നു. മയനീസ്, പുതിന ചട്നി, ഇതായിരുന്നു ചിക്കൻ്റെ കോമ്പിനേഷൻ. പിന്നെ സാലഡ്, ഫ്രൂട്ട്സ്, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ചോദിക്കണ്ടേ? Breezy, look here, Breezy. Smile. സബ്സ്ക്രൈബ് ചെയ്തേരും. എന്റെ മോനെ ഹെപ്സി രക്ഷയില്ല. അങ്ങനെ നമ്മൾ കുറേ ഗെയിംസ് കളിച്ചു. ലെമൺ ആൻഡ് സ്പൂൺ റേസ്, പിന്നെ നീഡിൽ ആൻഡ് ത്രെഡ് റേസ്, പഴയ ഗെയിമില്ലേ ആ ഗെയിം, അതൊക്കെ കളിച്ചു. ഡംപ് ഷോട്ട്സ് കളിച്ചു. ചെല്ലി ടെസ്ലിൻ ഓ അങ്ങനെ അല്ലല്ല അതറിയത്തില്ല ഞാൻ. യോന, പുതിയ നിയമത്തിൽ യോന. അതെ. ഓ കിരീടം, രാജാവ്, ദാവീദ് അല്ല. ആക്ച്വലി ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ദിവസം വാസ് മോർ ഓഫ് ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. ലൈക്ക് ഞങ്ങളിവിടെ പുതിയതായതുകൊണ്ട് എല്ലാവരും ഒന്ന് പരിചയപ്പെടാനും മിങ്കിൾ ചെയ്യാനും ഗെയിംസ് കളിക്കാനും ഒക്കെ പറ്റിയൊരു അടിപൊളി ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ഞങ്ങളിത് ഒത്തിരി എൻജോയ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ ഈവനിങ്. സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഒരു നിമിഷം നമ്മുടെ VBSന്റെ നേതൃത്വം കൊടുത്ത പ്രിയപ്പെട്ടവരുണ്ടല്ലോ, എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും അപ്പോൾ നേരുകയാണ്. ചർച്ചിന്റെ എല്ലാ നന്ദിയും അറിയിക്കുന്നു. May God bless you. Have a blessed night. Amen. ആക്ച്വലി ഗൈസ്, ഇത്രയും കഴിഞ്ഞിട്ട് വീട്ടിൽ പോകാൻ തോന്നുന്നതേ ഇല്ല. ബട്ട് വി ഹാവ് നോ അതർ ഓപ്ഷൻ. അതുകൊണ്ട് തിരിച്ച് വീട്ടിൽ ചെല്ലുവാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ് ടു ദ ചാനൽ. ബൈ.